നമസ്കാരം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. സുപ്രഭാതം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ അതല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റീനെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് കുറച്ച് നാളത് ബാങ്കിങ് മേഖലയിലുള്ള സ്റ്റോക്കായിരുന്നു. കുറച്ച് നാൾ അത് ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കായിരുന്നു. ഇന്നലെ അത് ടെലികോം മേഖലയിലുള്ള സ്റ്റോക്കായിരുന്നു. റിലയൻസിൻ്റെ നേതൃത്വത്തിൽ നിഫ്റ്റി ഇന്നലെ വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്. റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 20.5 ലാക്ക് ക്രോർസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളിൽ ഒരു കമ്പനിയായിട്ട് റിലയൻസ് മാറി. ഇന്ത്യൻ മാർക്കറ്റ് ക്യാപ്പും കൂടിയിട്ടുണ്ട്. ഇന്നലെ പ്രധാനമായിട്ടും ഗ്ലോബൽ ഈവൻ്റ് ഉണ്ടായിരുന്നത് യു എസിൽ നിന്ന് ഹോം സെയിൽസ് ഡേറ്റയായിരുന്നു. വീക്കായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വീക്കായിട്ടുള്ള ഡേറ്റ യു എസിൽ നിന്ന് വന്നു. യു എസ് മാർക്കറ്റ് ഒരു ചെറിയ രീതിയിലൊന്ന് ഒതുങ്ങി. യൂറോപ്യൻ മാർക്കറ്റ് ഒന്ന് റെഡിലടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും റെഡിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം ഒരു 50 പോയിൻ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഇടിഞ്ഞൊരവസ്ഥയിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. ഇന്ന് നമുക്ക് മന്ത്ലി എക്സ്പയറിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് 24,000 23,500 ആ ഒരു റേഞ്ചിൽ നിഫ്റ്റി നിൽക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷ വേണ്ട. കാരണം ഏത് ഇൻഡെക്സിനാണോ എക്സ്പയറി ഉള്ളത് ആ ഒരു ഇൻഡെക്സിനെ വലിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഫണ്ട് പമ്പിങ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എസ്പെഷ്യലി മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതായത് ആ ഇൻഡെക്സിന് മാത്രം പ്രശ്നം, വേറെ ഇൻഡെക്സിന് പ്രശ്നമില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഡെയിലി എക്സ്പയറി ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ വോളറ്റൈലായ രീതിയിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇൻഡെക്സിനെ മാറ്റിയെടുക്കാൻ തക്കവണ്ണമുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ഷനെല്ലാം തന്നെ ശ്രദ്ധിക്കുക. FISും DISൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഇന്നലെ FIS സെല്ലിംഗ് മോഡിലായിരുന്നു, DIS ബൈയിങ് മോഡിലായിരുന്നു. ഫിഗർ കുറച്ച് വലുതാണ്. പക്ഷെ അത് ഇതിൻ്റെ ഇന്നലെ നടന്ന ബൾക്ക് ബ്ലോക്ക് ഡീലുകൾ ഇൻക്ലൂഡാണ്. FIS 3,553 കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയപ്പോൾ DIS 5,101 കോടി രൂപയുടെ ബൈയിങ്ങാണ് നടത്തിയത്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ബൾക്ക് ബ്ലോക്ക് ഡീലുകൾ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഫിഗർ കുറച്ച് വലുതായിട്ടുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും US മാർക്കറ്റിൽ നിന്ന് GDP ഡേറ്റ വരുന്നുണ്ട്. ഇനീഷ്യൽ ജോബ് ക്ലെയിം ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ പൊസിഷൻസൊക്കെ ഹോൾഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കുറച്ചും കൂടി ആലോചിച്ചിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കാരണം ഈ ഒരാഴ്ചയിലെ ഏറ്റവും വലിയ ഈവൻ്റാണ് ഇന്ന് വൈകിട്ട് കൃത്യം 6 മണിക്ക് ഇന്ത്യൻ സമയം വരുന്നത്. അപ്പോൾ നമുക്കത് നാളെ ആയിരിക്കും അത് റിയാക്ട് ചെയ്ത് കിട്ടുക. പൊസിഷൻസൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റിലേക്ക് വരാം. ആദ്യം സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. ഇന്ന് കനത്ത മഴ കാരണം എറണാകുളത്തൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് വരുമ്പോൾ റിലയൻസായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നമ്മൾ ഇന്നലെ കണ്ടു. 5G സ്പെക്ട്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഏകദേശം 18,000 മെഗാഹെർട്സ് ബ്രാൻഡ് വിത്താണ് അവർ അക്യൂർ ചെയ്തിട്ടുള്ളത് 973 കോടി രൂപക്ക്. അപ്പോൾ എയർടെലും അക്യൂർ ചെയ്തിട്ടുണ്ട്, ഐഡിയയും അക്യൂർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അക്യൂർ ചെയ്തിട്ടുള്ളത് റിലയൻസ് ആണ്. ഡോക്ടർ റെഡ്ഡി അവർ നിക്കോറ്റിൻഫൽ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ കൺസ്യൂമർ ഹെൽത്ത് കെയർ കമ്പനീനെ അക്യൂർ ചെയ്തിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട് ഡോക്ടർ റെഡ്ഡി. PE ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ IN പ്ലാന്റ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു കമ്പനീനെ, അത് UK ബേസ്ഡ് ആയിട്ടുള്ളൊരു അഗ്രികൾച്ചറൽ ബയോളജിക്കൽ ഇൻപുട്ട് കമ്പനിയാണ്. ഇവരെ കമ്പനി അക്യൂർ ചെയ്തിട്ടുണ്ട്. CSB ബാങ്കിൻ്റെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പാണ് FIS മൗറീഷ്യസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പ് CSB ബാങ്കിൻ്റെ 10% ഇവരുടെ നിക്ഷേപം ഇന്ന് മാർക്കറ്റിൽ നിന്ന് വിറ്റ് മാറുമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ആർക്കൻ കെമിക്കൽ കമ്പനി ഇവരുടെയും പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പാണ്. ഇന്ത്യ റിസർജൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 1.25 ക്രോർസ് സ്റ്റോക്കുകൾ ഇന്ന് ഇവർ വിറ്റ് മാറും. SCVN കമ്പനി ഇവർ AM അമോണിയ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ അമോണിയ പ്ലാന്റുകളെല്ലാം തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് SCVN ഈ ഒരു കരാറ് സൈൻ ചെയ്തിട്ടുള്ളത്. ITT സിമെൻറ്റേഷൻ കമ്പനി പുതിയൊരു മറൈൻ കോൺട്രാക്റ്റ് ഓർഡർ അവർക്ക് കിട്ടി. 1,082 കോടി രൂപയുടെ ഓർഡറാണ് കിട്ടിയത്. രാംകി ഇൻഫ്ര കമ്പനി ഇവർക്ക് പവർ ഗ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് 131 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി. KC ഇൻ്റർനാഷണൽ കമ്പനി ഇവർക്ക് T&T കേബിൾ സർവീസിൻ്റെ ഭാഗത്തു നിന്ന് 1,025 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സുപ്രീം ഇൻഡസ്ട്രീസ് കമ്പനി ഇന്ത്യൻ ഓയിലിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് 10 kg കോമ്പോസിറ്റ് സിലിണ്ടർ 55 കോടി രൂപക്ക് സപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു ഓർഡർ കിട്ടി സുപ്രീം ഇൻഡസ്ട്രീസിന്. RVNL കമ്പനി 156 കോടി രൂപയുടെ ഓർഡർ സദേൺ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. JSW എനർജി കമ്പനി
ഇവർ ഒരു പുതിയ ഒരു വിൻഡ് ആൻഡ് സോളാർ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓർഡർ കിട്ടി. 1325 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളൊരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. EMS കമ്പനി പുതിയ 119 കോടി രൂപ വർത്ത് വരുന്നൊരു ഓർഡർ കിട്ടി. ഇനി മാർക്കറ്റ് സമയത്ത് നമ്മൾ കുറച്ചൊക്കെ സ്റ്റോക്കുകൾ ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിലാണുള്ളത്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ ട്രേഡ് പട്ടികയിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇന്ന് ഞാനത് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് റീഡയറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ മൊബൈലിലോ സിസ്റ്റത്തിലോ അത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ബുക്ക് മാർക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഓപ്പൺ ആക്കിയാൽ മതി. അതിലൊരുപാട് ടാബുകളുണ്ട്, വ്യത്യസ്ത ടാബുകളുണ്ട്. ആളുകൾക്ക്, നിക്ഷേപകർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ആക്സസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. ചില ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കാനായിട്ടുള്ള പരിചയക്കുറവുണ്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ച് ആണ് നമ്മളിന്ന് ഫസ്റ്റ് കമൻറ്റിൽ വെക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 60,000 എന്നുള്ള റേഞ്ച്, 60,936. ഓസ്ട്രേലിയ ഏറ്റവും രണ്ടാമത്തെ ഉള്ളത് ഗോൾഡാണ്, $2,239 പെർ ഔൺസ്. പിന്നെ ബ്രൻഡൂര് 84. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന S&P AX 200 ഓസ്ട്രേലിയ റെഡിലാണ്, ചൈന റെഡിലാണ്, കൊറിയ റെഡിലാണ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് റെഡിലാണ്. ഡോ ഫ്യൂച്ചർ 131 പോയിൻറ്റ് നെഗറ്റീവാണ്. ഇന്നലെ ക്ലോസായ ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റ് റെഡിൽ അടച്ചു. ഡോയും നാസ്ഡാക്കും ഫ്ലാറ്റായ രീതിയിൽ അവസാനിപ്പിച്ചു ട്രേഡിങ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ, HDFC എല്ലാം തന്നെ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ് ഉള്ളത്. റിലയൻസ് കാണാൻ ഇന്നലെ GDRൽ 3.9% ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും റിലയൻസ് ഒറ്റക്ക് മതി നിഫ്റ്റിയിലെ വലിയ ഉയർത്തിയില്ലെങ്കിലും വലിയ തോതിൽ താഴ്ന്നു പോകാതെ ഇരിക്കാനായിട്ട് റിലയൻസ് മാത്രം മതിയാകും. പക്ഷേ ഇന്നലെ ഒരു ശക്തമായൊരു റാലി രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ആ ഒരു റാലി തുടരണം. പിന്നെ റിലയൻസും ഈ പറഞ്ഞ പോലെ 3000 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് സോണിലാണ് ഉള്ളത്. അപ്പോൾ അത് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും മാർക്കറ്റിൽ വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എനിവേ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് എടുത്താൽ എല്ലാവർക്കും ശുഭദിനം വീണ്ടും നേരുന്നു. താങ്ക് യു.